നാവികസേനാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തലസ്ഥാനം. ശംഖുമുഖം ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആഘോഷങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സൽ ഇന്നലെ നടന്നു. ഇന്ത്യൻ നാവികസേനയുടെ ശക്തി പ്രകടനത്തിനാണ് നാളെ ശംഖുമുഖം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണ പുതുക്കി ഓപ്പറേഷൻ ഡെമോ. ഇന്ത്യയുടെ ആദ്യ കപ്പൽവേധ മിസൈൽ ആക്രമണമായ കറാച്ചി സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് നാവികസേനാ ദിനാഘോഷം നടക്കുന്നത്. 54 വർഷങ്ങൾക്കിപ്പുറം നാവികസേനയുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്നതായി മാറി. അഭ്യാസ പ്രകടനങ്ങൾക്ക് കരുത്തേകി ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്തും കൊൽക്കത്തയും ഇംഫാലും. നാവികസേനയുടെ ഭാഗമായ എയർക്രാഫ്റ്റുകളും പ്രകടനങ്ങൾക്ക് ആവേശമാകും. MiG-29, സീക്കിംഗ്, സീഹോക്ക്, ഡോണിയർ യുദ്ധവിമാനങ്ങളും ചേതക് ഹെലികോപ്റ്ററുകളുമാണ് പ്രകടനങ്ങളുടെ ഭാഗമായി എത്തുന്നത്. ശംഖുമുഖത്തെ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിൽ ഡിസംബർ 3-ന് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതിയുണ്ടാവുക. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമാണ്, ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ള വിമാനങ്ങളുമാണ് ഈ പ്രദർശനത്തിന്റെ ഭാഗമായി ശംഖുമുഖത്ത് എത്തുന്നത്. അതിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള INS വിക്രാന്ത് അടക്കമുള്ള യുദ്ധക്കപ്പലുകളെ നേരിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് ഡിസംബർ 3-ന് ശംഖുമുഖത്ത് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG മഞ്ജേഷിനൊപ്പം MP ദേവൻ, ന്യൂസ് മലയാളം.